ഹൃദയം കൊണ്ട് പോരാടിയവരെ ആളുകൾ ഒരിക്കലും മറക്കാറില്ല. ചില കണ്ണീരുകൾക്ക് പിന്നിൽ സന്തോഷം മാത്രമല്ല, വർഷങ്ങളുടെ ഭാരവും വർഷങ്ങളുടെ കാത്തിരിപ്പുമുണ്ട്. മുഹമ്മദ് സലാഹിന്റെ ഈ കണ്ണീരും അങ്ങനെയായിരുന്നു. ലോകം കണ്ടത് അദ്ദേഹം നേടിയ കിരീടങ്ങളും അദ്ദേഹത്തിന്റെ നേട്ടങ്ങളും മാത്രമായിരുന്നു. പക്ഷെ അദ്ദേഹം ഇതിന് പിന്നിൽ ചുമന്ന ഒരു സമ്മർദ്ദമുണ്ട്. അത് നമ്മൾ ആരും കണ്ടിരുന്നില്ല. ഓരോ വിജയത്തിന് ശേഷവും ഓരോ നേട്ടത്തിന് ശേഷവും അദ്ദേഹം നേരിട്ട ഒരു ചോദ്യമുണ്ട്: സ്വന്തം രാജ്യത്തിന് വേണ്ടി നിങ്ങൾ എന്ത് നേടി? ഒന്നുകിൽ ആ ചോദ്യം കേട്ടുകൊണ്ട് അദ്ദേഹത്തിന് തളരാമായിരുന്നു, അല്ലെങ്കിൽ പിന്മാറാമായിരുന്നു. പക്ഷെ അദ്ദേഹം ചെയ്തത് ഇതൊന്നുമല്ല. തോറ്റു പിന്മാറുകയോ അല്ലെങ്കിൽ പേടിച്ചോടുകയോ അല്ല ചെയ്തത്. ഓരോ തോൽവിക്ക് ശേഷവും അദ്ദേഹം വീണ്ടും എഴുന്നേറ്റു. ഓരോ വിമർശനത്തിനു ശേഷവും അദ്ദേഹം വീണ്ടും അധ്വാനിച്ചു. അതിന്റെ ഉത്തരമായിരുന്നു നാം ഇപ്പോൾ കണ്ടത്. അതെ, ഇത് മുഹമ്മദ് സലാഹയുടെ മാത്രം കഥയല്ല, ചരിത്രം എഴുതാൻ തയ്യാറായി വന്ന കേപ്പ് വെർദെയുടെയും കൂടി കഥയാണിത്. ലോക ഫുട്ബോളിലെ വമ്പന്മാർക്കെതിരെ ഒരു ഇഞ്ച് പോലും പിന്നോട്ട് പോകാതെ അവർ അവസാന വിസിൽ മുഴങ്ങും വരെയും പോരാടി. ആ പോരാട്ടത്തിന്റെ മുഖമായിരുന്നു സാക്ഷാൽ വൊസീഞ്ഞ. 40-കാരനായ അദ്ദേഹം പ്രായത്തെ പോലും തോൽപ്പിച്ചു. അതെ, വിജയത്തിന് പിന്നിൽ പ്രായമൊന്നും ഒരു പ്രശ്നമോ പരിധിയോ അല്ല. ഒടുവിൽ ഫലം വന്നപ്പോൾ വിജയം അർജന്റീനയ്ക്കൊപ്പമായിരുന്നുവെങ്കിലും ലോകത്തിന്റെ ബഹുമാനവും ലോകശ്രദ്ധയും പിടിച്ചു പറ്റിയത് ആ കൊച്ചു രാജ്യമാണ്. അതെ, സാക്ഷാൽ കേപ്പ് വെർദെ. ഓരോ സേവിലും ഓരോ ഡൈവിലും അദ്ദേഹം ലോകത്തോട് പറഞ്ഞത് ഒന്നായിരുന്നു: ഞങ്ങൾ തോൽക്കാൻ വന്നവരല്ല. പക്ഷെ വിജയം സ്കോർ ബോർഡിൽ രേഖപ്പെടുത്തും. പക്ഷെ അവരുടെ തളരാത്ത ആ ധൈര്യം അല്ലെങ്കിൽ ആ പോരാട്ട വീര്യം അത് മനുഷ്യരുടെ ഹൃദയങ്ങളിൽ രേഖപ്പെടും. ഇന്ന് സലാഹിന്റെ ഈ കണ്ണീർ വർഷങ്ങളുടെ കാത്തിരിപ്പിന്റെ കഥ പറയുന്നു. അതേസമയം വൊസീഞ്ഞോയുടെയും കേപ്പ് വെർദെയുടെയും പോരാട്ട വീര്യം മറ്റൊന്ന് നമ്മളെ ഓർമ്മിപ്പിച്ചു. ജീവിതത്തിൽ എല്ലായ്പ്പോഴും ജയിക്കുന്നവരെ മാത്രമല്ല ആളുകൾ ഓർക്കുന്നത്, അവസാന നിമിഷം വരെ ഹൃദയം കൊണ്ട് പോരാടിയവരെ ആളുകൾ ഒരിക്കലും മറക്കാറില്ല. ഇതിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളാനുള്ള പാഠം എന്താണ്? പൊരുതിക്കൊണ്ടേയിരിക്കുക, പോരാടിക്കൊണ്ടേയിരിക്കുക. ഒരു ദിവസം നിന്റെ കണ്ണീരും അല്ലെങ്കിൽ നമ്മുടെ കണ്ണീരും വിജയത്തിന്റെ ഭാഷ സംസാരിക്കും.